വാർത്തകളിലേക്ക്. സാമ്പത്തിക പരിഷ്കരണത്തിൽ ശക്തമായ ആത്മവിശ്വാസവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. GST പരിഷ്കരണം രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പ് ശക്തമാക്കും. കൊളോണിയൽ ഭാഷ രാജ്യത്തോട് വേണ്ടെന്നും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ചൈനയുമായി തുറന്ന ബന്ധത്തിന് ഇന്ത്യ തയ്യാറാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ബ്രാഹ്മണർ ഇന്ത്യയുടെ സ്വത്ത് കൊള്ളയടിക്കുന്നുവെന്ന ആരോപണത്തിനും ധനമന്ത്രി മറുപടി നൽകി. രാജ്യത്ത് ഓരോ ഇന്ത്യക്കാരനും സ്വന്തം സ്വത്വത്തിൽ ആത്മാഭിമാനത്തോടുകൂടിയാണ് നിലനിൽക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻചാർജ് ചീഫ് രാഹുൽ ജോഷിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. Well, the Prime Minister did announce it from the Red Fort on Independence Day. Even about 8 months ago, he called me once and had a long talk about how GST can be revamped, looked at. He said, look, both from the point of view of the process and also for the common man, the tax rates, is there a way in which we can make it simpler? Is that I just want simplistic or simplified, not simplistic, simplified way of doing business. There's more money given already through the income tax cut. The rates are coming down. So the citizen now has a choice to meet his aspirations and his expectations. 99% of all the goods and services which are touched by GST are now either in 0 or in 5 or in 18. That's right. So this will also lead to higher investments, it will fire up investments as well. Obviously, with consumption going up, there's a potential for capacities to grow, investments to grow. വിനോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, GST പരിഷ്കരണത്തിന് പിന്നാലെ ആദ്യമായി അഭിമുഖം തരുന്നത് ന്യൂസ് 18 ആണ് ധനമന്ത്രി. എന്തൊക്കെയാണ് പ്രധാനമായും ധനമന്ത്രിയുടെ വാക്കുകളിൽ വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള നടപടി എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം 8 മാസം മുൻപ് തന്നെ പ്രധാനമന്ത്രി ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഈ GST വരുത്തിയ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു എന്ന് ധനമന്ത്രി പറയുമ്പോൾ രാജ്യം ഇത് നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ GST നിരക്കുകളിൽ വരുത്തുന്ന മാറ്റം അത് രാജ്യത്ത് വലിയ സാമ്പത്തിക കുതിപ്പുണ്ടാക്കുമെന്ന കാര്യമാണ് ധനമന്ത്രി ഉറപ്പിച്ച് പറയുന്നത്. ഇവിടെ ഉപഭോഗം കൂടും, ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് എഴുതുന്നത്. നമുക്കറിയാം, കാരണം അമേരിക്ക ഇങ്ങനെ ഒരു തീരുവ ഏർപ്പെടുത്തുമ്പോൾ ബ്രിട്ടനിലേക്ക് ഇനിയും ആ കരാറിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചൈനയിൽ വിപുലമായ വിപണി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആഭ്യന്തര വിപണിയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏക വഴി. അവിടെയാണ് ഈ എല്ലാ വസ്തുക്കൾക്കും 99% വസ്തുക്കൾക്കും നികുതി കുറച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ GSTയിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ളൊരു നടപടി നേരത്തെ ഇൻകം ടാക്സിലടക്കം അത്തരം കാര്യങ്ങളിലേക്ക് പോയിരുന്നു. ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. മാത്രമല്ല, കൊളോണിയൽ ഭാഷ, അതായത് അമേരിക്കയിൽ നിന്നുള്ള അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭാഷ, അത് കൊളോണിയൽ ഭാഷ, അത് ഇന്ത്യക്ക് നേരെ വേണ്ട എന്ന ഒരു കൃത്യമായ താക്കീത് കൂടി ധനമന്ത്രി നൽകുന്നുണ്ട്. കാരണം ഇതിൽ പറയുന്നത് ഇന്ത്യക്കാരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അവർ അവരുടെ സ്വത്വത്തിൽ ആത്മാഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ജനതയാണ്. ഈ ബ്രാഹ്മണർ ഒരു വശത്തുകൂടി സമ്പത്ത് തട്ടിയെടുക്കുന്നു എന്നൊക്കെയുള്ളത് ആ വാദം ഇതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. ഇന്ത്യ ഈ ആത്മനിർഭർ ഭാരത് എന്ന ഒരു സങ്കല്പത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെന്ന കാര്യമാണ് ധനമന്ത്രി പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന കാര്യവും അസന്നിഗ്ധമായി ധനമന്ത്രി പറയുന്നുണ്ടല്ലോ. റൈറ്റ്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 ആണ് ആദ്യ പ്രത്യേക അഭിമുഖം നൽകുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ.